പ്രിയമുള്ളവരെ, വചനജ്വാല 1506 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 15 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല മാസം 15 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 1 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സമ്പത്തിന്റെ വിനിയോഗം. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്. നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് കെണിയാണ് അത്. ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവർ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവന് അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. വിരുന്നും വീഞ്ഞും. മഹാനായ ഒരുവനോട് കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമൃദ്ധം എന്ന് പറയുകയും അരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണ് ഉള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണുനീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തി മാറ്റരുത്. അയൽക്കാരന്റെ വികാരത്തെ വിധിക്കുന്നതിന് മുൻപ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോട് ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ച് നിർത്തുന്നതാണ് മര്യാദ. മതിവരായക കാണിക്കുന്നത് നിന്ദയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുൻപേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു. അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദ്ദിച്ചു കളയുക, ആശ്വാസം ലഭിക്കും. മകനെ, എൻ്റെ വാക്കു കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിൻ്റെ വിലയറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവം ചെയ്യുക, നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണം നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവന്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയമാണ്. ഭക്ഷണം നൽകുന്നതിൽ
പിശുക്കു കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവന്റെ അല്പത്വത്തെക്കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരിയുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ്. ഉന്മത്തത വിഡ്ഢിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവന്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ് സൽക്കാരവേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. കന്യകയും വേദപാരംഗതയുമായ അമ്മ ത്രേസ്യ നവീകൃത കർമ്മലീത്ത സഭയുടെ സ്ഥാപകയായിട്ടാണ് അറിയപ്പെടുന്നത്. സ്പെയിനിൽ ആവിലായിലെ ഒരു കുലീന കുടുംബത്തിൽ ജനനം. 7-ാം വയസ്സിൽ മുഹമ്മദീയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിച്ച് ദൈവത്തെ കാണാൻ ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഇളയച്ചൻ കണ്ട് കൂട്ടിക്കൊണ്ടുവന്നു. 12-ാം വയസ്സിൽ അമ്മ മരിച്ചു. ക്രമേണ ത്രേസ്യ ലൗകികതയിൽ ജീവിച്ചു. പിന്നീട് മാനസാന്തരപ്പെട്ട് 18-ാം വയസ്സിൽ പിതാവിന്റെ എതിർപ്പിനെ അവഗണിച്ച് കർമ്മലീത്ത സഭയിൽ ചേർന്നു. 31-ാം വയസ്സിൽ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിഷ്പാതുക കർമ്മലീത്ത സഭ ആരംഭിച്ചു. 17 കന്യാസ്ത്രീ മഠങ്ങളും പുരുഷന്മാർക്കായി 15 ആശ്രമങ്ങളും സ്ഥാപിച്ചു. 18 കൊല്ലത്തെ ആധ്യാത്മിക ശുഷ്കതയ്ക്ക് ശേഷം സമുന്നത പ്രാർത്ഥനാ രീതിയിലേക്ക് അവർ ക്ഷണിക്കപ്പെട്ടു. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം. വിശുദ്ധയുടെ സ്വയംകൃത ചരിത്രം, സുഹൃത സരണി, ആഭ്യന്തര ഹർമ്മം എന്നീ ഗ്രന്ഥങ്ങൾ ഉയർന്ന പ്രാർത്ഥനയെ പറ്റിയുള്ള പ്രതിപാദനങ്ങളാണ്. 1582 ഒക്ടോബർ 4-ാം തീയതി ഈശോയുടെ ത്രേസ്യയെ ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ആവിലായിലെ അമ്മ ത്രേസ്യയെ അനുസ്മരിച്ച് അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.